ഞാൻ ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രശസ്തരായ വ്യക്തികൾ അവരുടെ തൂലികാനാമങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പെൻ നെയിംസ് ഓഫ് ഫേമസ് പേഴ്സൺസ് ഓഫ് കേരള. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. ഒളപ്പമണ്ണ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഒളപ്പമണ്ണ ഈസ് ദ പെൻ നെയിം ഓഫ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഒരു അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അച്യുതൻ നമ്പൂതിരി. അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? അച്യുതൻ നമ്പൂതിരി. അക്കിത്തം ഈസ് ദ പെൻ നെയിം ഓഫ് അച്യുതൻ നമ്പൂതിരി. അച്യുതൻ നമ്പൂതിരി കേട്ടോ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതുപോലെ ഉളപ്പമണ്ണ എന്ന് പറഞ്ഞു, നമ്മൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ആരാണ്? ജോർജ് വർഗീസ് ആണ്. കാക്കനാടൻ ഈസ് ദ പെൻ നെയിം ഓഫ് ജോർജ് വർഗീസ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? VV അയ്യപ്പൻ. കോവിലൻ ഈസ് ദ പെൻ നെയിം ഓഫ് VV അയ്യപ്പൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. അതുപോലെ തന്നെ ഉറുബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു PC കുട്ടിക്കൃഷ്ണൻ. ഉറുബ് ഈസ് ദ പെൻ നെയിം ഓഫ് PC കുട്ടിക്കൃഷ്ണൻ. വിലാസിനി എന്നറിയപ്പെടുന്നു ആരാണ്? വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? MK മേനോനാണ്. വിലാസിനി ഈസ് ദ പെൻ നെയിം ഓഫ് MK മേനോൻ. വിലാസിനി ആരുടെ പെൻ നെയിമാണ്? MK മേനോന്റെ തൂലികാനാമമാണ് കേട്ടോ. വിലാസിനി ഈസ് ദ പെൻ നെയിം ഓഫ് MK മേനോൻ. അതുപോലെ പറയുകയാണെങ്കിൽ സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു MR നായർ. സഞ്ജയൻ ഈസ് ദ പെൻ നെയിം ഓഫ് MR നായർ. അതുപോലെ പ്രേംജി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? MB ഭട്ടതിരിപ്പാട്. പ്രേംജി ഈസ് ദ പെൻ നെയിം ഓഫ് MB ഭട്ടതിരിപ്പാട്. അതുപോലെ തന്നെ ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? K ശ്രീകുമാറാണ്. ആശാമേനോൻ ഈസ് ദ പെൻ നെയിം ഓഫ് K ശ്രീകുമാറാണ് ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു P സച്ചിദാനന്ദൻ. ആനന്ദ് ഈസ് ദ പെൻ നെയിം ഓഫ് P സച്ചിദാനന്ദൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ആരാണ്? P കുഞ്ഞനന്ദൻ നായർ. തിക്കൊടിയൻ ഈസ് ദ പെൻ നെയിം ഓഫ് P കുഞ്ഞനന്ദൻ നായർ. അതുപോലെ തന്നെ ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ ഈസ് ദ പെൻ നെയിം ഓഫ് KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? KK നീലകണ്ഠനാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ പ്രശസ്തരായ വ്യക്തികളും കുറേ തൂലികാനാമങ്ങളും വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസാണ്. അതുപോലെ വൈലോപ്പള്ളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? ശ്രീധര മേനോനാണ്. വൈലോപ്പള്ളി ദ പെൻ നെയിം ഓഫ് ശ്രീധര മേനോൻ. അതുപോലെ ചങ്ങമ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു ആരാണ്? കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ ഈസ് ദ പെൻ നെയിം ഓഫ് കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? കൃഷ്ണപിള്ളയാണ്. കേട്ടോ, ചങ്ങമ്പുഴ എന്നറിയപ്പെടുന്ന ആരാണ്? കൃഷ്ണപിള്ളയാണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷകൾക്കൊക്കെ കൂടുതൽ ഉപകാരപ്രദമായ ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ വന്നത്. മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇതെന്ന് കരുതി. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. മത്സര പരീക്ഷകൾക്ക് എല്ലാം ഇതെന്താണ് മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസാണ് കേട്ടോ. വീഡിയോ കാണുന്നതിന് തുടർച്ചയായിട്ട് കാണുക.